കേരളക്കരയാകെ ഇപ്പോൾ ഡിസ്കഷൻ ഇവരാണ്. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, തൊലിക്കട്ടിക്ക് തൊലിക്കട്ടി. അതായത് ഇവരുടെ തൊലിക്കട്ടി റെന്റിന് കിട്ടുമോന്ന് വരാണ് ആൾക്കാർ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദ വൈറൽ സ്റ്റാർസ് ജിസ്മോൻ, കിരൺ, യദു ആൻഡ് ജിത്തു. ഓക്കെ, അല്ല പെട്ടെന്ന് എല്ലാവരുടെയും കൂടെ പേരങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, സുന്ദരമാരെ കുറിച്ച് അതെ അതെ, സുന്ദരമാരുടെ കൂട്ടത്തിൽ ഒരു സുന്ദരിയും കൂടെ ഉണ്ട്. എന്താണ് ഗൈസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ 28.3 മില്യൺ ആയി. അല്ല, ഇങ്ങനെ കണ്ണിന്റെ ഇടയ്ക്ക് കൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എന്താ എന്താ അങ്ങനല്ലേ, എല്ലാരും ഷെയർ ചെയ്യല്ലേ, സെലിബ്രിറ്റീസ് ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു. അപ്പോൾ റീല് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് എന്തായിരുന്നു ഗൈസ് നിങ്ങളുടെ? അതായത് നിങ്ങൾ അറിഞ്ഞോ ഇത് ഇത്രയും സംഭവം ഇത്ര അങ്ങോട്ട് ഹിറ്റ് ആവും? മഞ്ജു വാര്യറായിട്ട് ഇരിക്കുന്നോണ്ടാണ് കുറച്ച് നാണത്തോടെ മിണ്ടാതിരിക്കുന്നത്. സംസാരിച്ചു ക്യാരക്ടറിൽ ഇറങ്ങിക്കോ, പറ. ഇൻവെർട്ടറാ? പറ, റീൽ എടുത്തപ്പോ നിങ്ങൾ അറിഞ്ഞോ ഇത് ഇത്ര റീച്ച് ആവുമെന്ന്? മോഹൻലാലെ മിണ്ടൊന്ന്, ലാലേട്ടൻ മിണ്ട്. 5 മില്യൺ അല്ല, അതിന് മുമ്പുള്ള വീഡിയോസ് ഏകദേശം കുറെ മില്യൺ അടിച്ച വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക്. അതെ. അപ്പൊ ഞാനിങ്ങനെ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിരണ കണ്ടപ്പോ പറഞ്ഞു, ബ്രോ നമുക്ക് ഇങ്ങനെ ബ്രോ ഒന്ന് തോമാശനാവാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ജിസിന്റെ ആയിരുന്നു ഐഡിയ? ഓ, എല്ലാം ഞാനാണ്. വേറെ ആളുടെ അടുത്ത് ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ആൾക്കത് കണക്ട് ആയില്ല എന്ന് തോന്നുന്നു. ഇത് എന്താന്ന് നമ്മുടെ മനസ്സിലല്ല അറിയാവുള്ളൂ. ആള് വന്നില്ല. അപ്പൊ ഞാൻ ബ്രോയോട് പറഞ്ഞു, ബ്രോയോട് പിന്നെ ഞങ്ങള് ചങ്സ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം. ഒന്നും ചോദിച്ചില്ല, ഓക്കെടാ പോവാം. നീ വന്നാ ലാലേട്ടനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പുതിയ റെഡ് ഷർട്ടും മേടിച്ച് ആള് വന്നു. ഞങ്ങൾ നേരെ പോയി. ഇത് റെന്റാണോ? അപ്പൊ പോകുമ്പോ തിരിച്ചു കൊടുക്കണല്ലേ? അല്ല അന്ന് റീൽ കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുത്തില്ലേ? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അത് കൊടുക്കണം. അപ്പൊ ഞങ്ങള് നേരെ പോയി. ഇവിടെ അടുത്ത സ്ഥലം, പാലക്കാട് വടക്കാഞ്ചേരി പോയാ ചെയ്ത്. എല്ലാ സ്റ്റാൻഡിലും പോലും എല്ലാ സ്റ്റാൻഡിലും പോകും. എല്ലാ സ്റ്റാൻഡിലും പോകുന്ന അങ്ങനെ പറഞ്ഞത് സ്റ്റാൻഡൊന്നുമില്ല, സ്റ്റാൻഡൊന്നുമില്ല. ക്രൗഡ് അവിടെ ഉണ്ടോ അവിടെ ഓക്കെ, അങ്ങനെയൊന്നുമില്ല. എവിടെ വേണം ചെയ്യും. വടക്കാഞ്ചേരി നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. വടക്കാഞ്ചേരി വരുമോ? ഞാൻ പറഞ്ഞു വടക്കാഞ്ചേരി കൊറേ നാളായിട്ടോ പറയും ഒന്ന് വടക്കാഞ്ചേരി. അതെന്താ വടക്കാഞ്ചേരി ഇത്ര കാര്യം? ശിവന്റെ വീട് അടുത്താ. അവൻ തൃശ്ശൂരാ. നമ്മുടെ എറണാകുളം സൈഡിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാടല്ലേ, ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും പറയണ്ട വടക്കാഞ്ചേരി. അങ്ങോട്ട് വിളിച്ചു വടക്കാഞ്ചേരി. പക്ഷെ വടക്കാഞ്ചേരി ഭയങ്കര സപ്പോർട്ട് ആളുകൾ. ഇവൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അവിടെ. ഇവൻ പറഞ്ഞു, നേരത്തെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു അവിടെ നല്ല ക്രൗഡായിരിക്കും, നീ വന്നാ മതി എന്ന് പറഞ്ഞു. സത്യം ഒരു മനുഷ്യനെ കുഞ്ഞില്ല. അവസാനം ഞാൻ ഈ കോസ്റ്റ്യൂം കൊണ്ട് ഒരു ഓട്ടോ ഓടി കഴിയുമ്പോൾ ഫുൾ ആളായി. ആളുകൾ ശ്രദ്ധിച്ച ആള് എല്ലാവരും നടുക്കായിരിക്കും. അങ്ങനെ ക്രൗഡായത്, ആ ക്രൗഡ് കിട്ടിയത്. ഞാൻ സാരി ഉടുത്ത് വരുത്തിയതാന്നല്ലേ ആൾക്കാരെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മിക്ക വീഡിയോസിന്റെ താഴെ കമന്റ് വരുന്നത് നിങ്ങളുടെ തൊലിക്കട്ടിയെ കുറിച്ചാണ്. അതായത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണോ, തൊലിക്കട്ടി റെന്റിന് കിട്ടുമോ? സത്യത്തിൽ ഈ തൊലിക്കട്ടി എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തത്? അതായത് നമുക്കൊരു ചമ്മല് തോന്നത്തില്ലേ? അല്ല, തൊലിക്കട്ടി എന്ന് പറയുന്ന സംഭവം എന്താ പറയാ, നമ്മളിപ്പോ ആർട്ടിസ്റ്റ് ആണല്ലോ. ഇപ്പൊ ആർട്ടിസ്റ്റുമാരി പറയുന്നത് ഡാൻസറാണ്, ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സിംഗറാണ്. അപ്പം നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റേജിൽ ഓഡിയൻസ് നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, ഇത് നമ്മൾ ഓഡിയൻസ് നടക്കുക ചെയ്യുന്നു, അത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് പേടില്ല എന്നുള്ളതല്ല, സമയത്ത് ആക്ച്വലി നമുക്കുണ്ട്. പിന്നെ സമയത്ത് ചെയ്യണമെന്ന് മാത്രം. ശരിക്കും ഉണ്ടോ? ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ പോകുന്ന നേരത്ത് മറ്റേ ഒളിച്ചിക്കും. എന്റെ അനിയനും ഞാനുമാണ് വീഡിയോ എടുക്കാൻ പോണേ. ഇത് ജിസിന്റെ അനിയനാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരാ പോണേ. ആദ്യം പോണ സമയത്തേ ഒറ്റ ഷോട്ട് എടുക്കുള്ളൂ. ചെയ്തോ, ഞാൻ പോകും. മര്യാദ എന്നും ചെയ്ത ഞാൻ പറയാം ഇന്നെ ഷോട്ട് മതി. പക്ഷെ ആ ഒരൊറ്റ ഷോട്ട് അവനെ ഞാനിൽ നിന്ന് ഓടും, പുറകെ ഓടണം. അത്
ഒരു അത് ഓട്ടം ചില്ലറ ഫുൾ ക്രെഡിറ്റ് എനിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. ഫുൾ ക്രെഡിറ്റ് എന്റെ അരിയന്റെ. അവൻ വന്നില്ലായിരുന്നു ഇത് നടക്കൂല, ഒന്നും സംഭവിക്കില്ല. സ്റ്റാർട്ടിങ് മാത്രമേ ഞങ്ങൾ പിന്നെ ഞാൻ പറയടാ ഒന്ന് വാടാ വാ, എന്നിട്ട് ഞങ്ങൾ പോകും. ഇവൻ വന്ന അവിടെ ആ ക്രൗഡിൽ നിന്ന് അത്രയും ധൈര്യം സംഭരിച്ച് എനിക്കത് ചെയ്തു തരും. ഒരുപാട് ഷോട്ടൊന്നും എടുത്ത് ആരും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അത് കണ്ടമാനം പേര് വന്നിട്ട് മറ്റേ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയും, സിവിക് സെൻസ് ചെയ്യണില്ല. ചേട്ടയുടെ ഫോൺ കണ്ടില്ലായിരുന്നോ? ഡാൻസ് കളിക്കുന്നതിന്റെ അടുത്ത് തന്നെ എന്റെ മൊബൈൽ ഇരിക്കുന്നുണ്ടാവും. ഈ മൊബൈലിൽ പാട്ട് വെച്ചാണ് കളിക്കുന്നത്. അതായത് ആ മൊബൈൽ വെച്ച് എനിക്ക് പോലും കേൾക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ഒന്ന് വിളിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കളിക്കുള്ളൂ. ലിപ്പ് കൊടുത്തു അല്ല ഞാൻ ചെയ്യണം, ചിരിച്ച് കളിക്കുക. അതായത് ചിരിച്ച് മീൻസ് എക്സ്പ്രഷൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ കട്ട് ചെയ്ത് കേൾക്കാമല്ലോ. അതായത് എനിക്കിത് കേൾക്കാൻ പറ്റില്ല, കേൾക്കാതെ ഞാൻ കളിക്കണം. ഒരു പാട്ട് വെച്ച് ആരും ബുദ്ധിമുട്ടിക്കണില്ല. പിന്നെ പെട്ടെന്ന് പോകുന്നു, എനിക്ക് ആവശ്യമുള്ള ഷോട്ടുകൾ അവൻ്റെ അടുത്ത് പറയും, അത് അവനെടുത്ത് തരും, അത് വെച്ചിട്ട് എഡിറ്റ് ബാക്കിയൊക്കെ എഡിറ്റിംഗ്. പിന്നെ ഈ ക്രൗഡിന്റെ റെസ്പോൺസ് കാണിക്കില്ല, അതായത് ഓരോരുത്തരുടെ ഫേസ് ഇടും, സമയത്ത് ചെയ്യണവരുടെ റിയാക്ഷൻ അനിയും പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യുന്നതാ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നതല്ലേ. പബ്ലിക് എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. ഓ ഇൻബോക്സിൽ വരും അല്ലേ? എന്തോ എന്താ അവിടെ ഒരു രഹസ്യം? ഒരു ചെറിയ അനുഭവം ഉണ്ടായി. ഒരു സാന്റാ ക്ലോസിന്റെ അത് കുറച്ച് വർഷം മാത്രമേ ലുലുവിലുള്ളൂ, ബാക്കി അവിടെ ചെയ്യാൻ പറ്റില്ല. പെർമിഷൻ മേടിക്കുന്ന അറിയില്ല. ഓ ലുലുവിൽ പെർമിഷൻ മേടിക്കണം. സാന്റയായിട്ട് അവിടെ ചെന്നു. ഒരാളോട് ചോദിച്ചു ലുലു ഏർപ്പാടാക്കിയ ആളുകളാണെന്ന് ചോദിച്ചു. പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങള് അത് ബുദ്ധിമുട്ടായി, എന്നാലും ഞങ്ങൾ പുറത്തേക്ക് നമ്മുടെ തെറ്റല്ലേ, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് മതിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും അല്ലാതെ അവർക്ക് അല്ല അവരത് ചെയ്യണ്ടടാ, അവിടുത്തെ ജോലിക്കാരല്ലേ. നമ്മള് സാക്ഷ്യം മേടിക്കാതെ പോയി ചെയ്തല്ലേ, ശരിയായില്ല. അത് ഓക്കെ. എഡിറ്റിംഗ് ഒക്കെ ആരാ ചെയ്യുന്നത് നിങ്ങളുടെ? രണ്ടുപേരും ചെയ്യും. അതായത് ഈ ഓടണ സാധനങ്ങൾ ഫുള്ള് ഓ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്നതല്ലേ. സാധനമൊക്കെ ചെയ്തില്ലേ? ഏതാ ബബ്ബബാഡ്? ആ ബബ്ബബാഡ് റീല് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, ഭയങ്കര നല്ലൊരു. അല്ലാതെ അതൊക്കെ അവന്റെ ഐഡിയാസ് ആട്ടോ. മറ്റേ ബബ്ബയുടെ സാധനം VFX ഒക്കെ ആഡ് ചെയ്ത് ചെയ്തത് ഇവന്റെ പരിപാടികളാ. ജിസിനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ജിസ് ഭയങ്കര ദിലീപേട്ടൻ ഫാൻ ആണല്ലേ? എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ദിലീപേട്ടന്റെ കൂടുതൽ റീൽസ് ചെയ്താ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, ലാലേട്ടനെ ഇഷ്ടമാണ്, മമ്മൂക്കാനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ലാലേട്ടന്റെ ഒരു ഡയലോഗ് കാണിച്ചു തരും? ഈ കോസ്റ്റ്യൂമിൽ ഇരുന്ന് കണ്ടപ്പോ ഒരു ആഗ്രഹം ഒന്ന് അഭിനയിച്ച് കാണിക്കും, എന്തെങ്കിലും ഒന്ന്. എന്തെങ്കിലും ഒരു ഡയലോഗ് പറ ലാലേട്ടന്റെ. 6 വർഷത്തെ ഇടവേളകൾ കഴിഞ്ഞ് ശേഷം നല്ല ചൂടാ എന്ത് ചൂടാൻ വന്നിരിക്കുന്നത് അല്ലേ? എല്ലാ കളികൾ കാണിക്കാനും എന്തെങ്കിലും പറയാനായിട്ട് ചിലത് പഠിപ്പിക്കാനും.